വിഭാഗീയത രൂക്ഷമായ വയനാട്ടിൽ നേതൃമാറ്റം. പി ഗഗാറിനെ മാറ്റി ഡിവൈഎഫ്ഐ നേതാവ് കെ റഫീഖിനെ ജില്ലാ സെക്രട്ടറിയാക്കി. പ്രായം കുറഞ്ഞ ജില്ലാ സെക്രട്ടറിയാണ് റഫീഖ്. മത്സരം നടന്നെന്നാണ് സൂചന. ദീപക് മോഹൻ ചേരുന്നു വിവരങ്ങളുമായി. ദീപക് മോഹൻ, കെ റഫീഖ് എന്ന പേരിലേക്ക് ഐകകണ്ഠേന എത്തുകയായിരുന്നോ അതോ മത്സരമുണ്ടായോ? സുജിയ, മത്സരം നടന്നെന്ന് തന്നെയാണ് സൂചന. ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറിയായി കെ റഫീഖിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. CPM വയനാട് ജില്ലാ കമ്മിറ്റി ഇനി റഫീഖാണ് നയിക്കുക. ഏറ്റവും പ്രായം കുറഞ്ഞ വയനാട് ജില്ലയിലെ തന്നെ CPMന്റെ ജില്ലാ സെക്രട്ടറിയായി റഫീഖിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. റഫീഖ് മുൻപ് ഡിവൈഎഫ്ഐയുടെ, അതായത് നിലവിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയാണ്. മത്സരം നടന്നിരിക്കുന്നു. കെ റഫീഖും പി ഗഗാറിനും തമ്മിൽ മത്സരം നടന്നിരിക്കുന്നു. മൂന്നാം ഊഴം ഗഗാറിന് നഷ്ടമായത് കെ റഫീഖ് മത്സരത്തിലൂടെ നേടിയെടുത്ത സ്ഥാനമാണിത് എന്നതിനാലാണ്. തീർച്ചയായും സുജി, അതായത് നിലവിൽ 27 വോട്ടുകളിൽ 16 വോട്ട് കെ റഫീഖിന് ലഭിച്ചു എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ കെ റഫീഖും CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗഗാറിനും തമ്മിൽ വലിയ മത്സരം നടന്നിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ മത്സരത്തിൽ 17 വോട്ടോളം കെ റഫീഖിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് റഫീഖ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറിയായി, വയനാട് ജില്ലയിൽ CPMന്റെ ജില്ലാ സെക്രട്ടറിയായി ഇപ്പോൾ അദ്ദേഹം വന്നിട്ടുള്ളത്. മുൻപ് SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് SFIയുടെ അംഗത്വം ഉണ്ടായിരുന്നു. കൂടുതൽ SFIയുടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെല്ലാം വളരെ സജീവമായി തന്നെയാണ് റഫീഖ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമുക്കറിയാം, പ്രളയം ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ട ദുരന്തം നടന്ന സമയത്തൊക്കെ ആണെങ്കിലും സജീവമായി തന്നെ സന്നദ്ധ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ റഫീഖ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോൾ CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗഗാറിനെ പറ്റി വിവിധ കോണുകളിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. വയനാട്ടിലെ മാനന്തവാടി, പുൽപ്പള്ളി, കൽപ്പറ്റ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ CPMൽ വിഭാഗീയതയെ ഒഴിവാക്കി ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ ഗഗാറിനെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ള രീതിയിലേക്ക് പാർട്ടിക്കിടയിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ നമുക്ക് പ്രതികരണം തന്ന സംസ്ഥാന നേതാക്കളും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. EP ജയരാജൻ അടക്കമുള്ള സംസ്ഥാന CPMന്റെ നേതാക്കന്മാരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മത്സരം നടന്നതിനെ തുടർന്നാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി നിലവിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ റഫീഖിനെ ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറിയായി നിയമിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് ഇനി വയനാട്ടിൽ CPMനെ നയിക്കുക. ഏതായാലും 17 വോട്ടോളം അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് അറിയുന്നത്. SFI മുൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു റഫീഖ്. അതുപോലെ തന്നെ SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു റഫീഖ്. നിലവിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ വീണ്ടും CPMന് ജില്ലാ സെക്രട്ടറി ആയിട്ട് വന്നിട്ടുള്ളത്. വയനാട്ടിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പലയിടങ്ങളിലും വിഭാഗീയത രൂക്ഷമായിരുന്നു. പുൽപ്പള്ളിയിലൊക്കെ തന്നെ ഏരിയ കമ്മിറ്റിയിൽ തന്നെ കടുത്ത വിഭാഗീയത നിലവിൽ വന്നിരുന്നു. കഴിഞ്ഞ പല സമയങ്ങളിലും ഈ ഗഗാറിനെതിരെ പല കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു. അതിനിടയിലാണ് ഇത്തവണ CPM ജില്ലാ സമ്മേളനം സുൽത്താൻ ബത്തേരിയിൽ തുടക്കമായത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്നത് തിരഞ്ഞെടുപ്പിനെ തുടർന്നാണ് റഫീഖ് ജയിച്ചത്. 17 വോട്ടുകളോളം റഫീഖിന് ലഭിച്ചു. 11 വോട്ടുകളോളമാണ് ഗഗാറിന് ലഭിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. സുജയ്.